Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. കേറുന്നേ ഉള്ളല്ലേ സ്റ്റുഡൻസ്? കുറവാണല്ലോ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാല്ലേ? പ്രയർ ആണോ? Yes, ma'am. Nana. ആ, ഓക്കെ. God or Father. മിസ്രിയ. Tansir. എന്താണ് പേരെന്താണ്? മിസ്രിയാന്നല്ലേ? അല്ല മോളെ പേരാ മാം. തൻസീർ. ആ, ഓക്കെ ഓക്കെ. സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. God or Father, we thank you for this new day. We thank you for giving us good parents, brothers and sisters. We thank you for our teachers who are very much interested in us today. We ask you to give us wisdom so that we may learn what is being taught in our classes. Lord, help us to grow in love, truth, and in honesty. We make this prayer for your love's sake. Amen. ഓക്കെ. സൈനിങ് ആരാണ്? സൈനിങ് ഞാനാണ് മാം. Good morning to everyone. I am Rudula. You are all welcome to our today's online class. I am so happy to see you together here. I hope the class will be more interesting. I hope you will enjoy the class. I would like to invite Ashwati ma'am to conduct today's class. I also invite Lively for today's thought. Thank you. ഓക്കെ. Then thought of the day. ബിലീവ് ദ ഇമ്പോസിബിൾ ഈസ് പോസിബിൾ. അസാധ്യമായത് സാധ്യമാണെന്ന് വിശ്വസിക്കുക. താങ്ക് യു മാം. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്ഷൻ സോങ്, സ്റ്റോറി ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? മാം സ്റ്റോറി മലയാളത്തിൽ പറയാമോ? പറയാം. എന്നാ ഞാൻ പറയാം മാം. ഓക്കെ. ഗുഡ് മോർണിംഗ് എവ്രി വൺ. മൈ നെയിം ഈസ് ശ്രുതി സുരേഷ്. ഓക്കെ, ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോണത് ഒരു മാൻകുട്ടിയുടെയും പശുവിൻ്റെയും ഒരു കഥയാണ്.
പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ അപ്പു എന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. അവനൊരു പശുക്കുട്ടിയും ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും രാവിലെയും അപ്പു ആ പശുവിനെയും കൂട്ടി പുല്ല് മേയ്ക്കാൻ പോവാറുണ്ടായിരുന്നു. ഒരു ദിവസം പുല്ല് മേയ്ക്കുന്നതിനിടയിൽ ഒരു സുന്ദരിയായ മാൻകുട്ടിയെ കണ്ടു. പല പ്രാവശ്യം കണ്ടപ്പോൾ രണ്ടുപേരും ചങ്ങാതിമാരായി. ഒരു ദിവസം പുല്ല് മേയ്ക്കുന്നതിനിടയിൽ മാൻകുട്ടി ചോദിച്ചു, സുന്ദരി സുന്ദരി, എൻ്റെ കൂടെ കാട്ടിലോട്ട് വരുമോ? അവിടെ ധാരാളം പൂക്കളുണ്ട്, നല്ല നല്ല മരങ്ങളുണ്ട്, കൊച്ചു കൊച്ചു പുല്ലുകളുണ്ട്, ഇവയെല്ലാം തരാം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സുന്ദരി മാന്റെ കൂടെ കാട്ടിലോട്ട് പോയി. കാട്ടിലെത്തിയപ്പോഴോ, ഹായ് ഹായ്, എന്ത് നല്ല മരങ്ങളാ, എന്ത് നല്ല പൂക്കളാ, എന്ത് നല്ല പുല്ലുകളാ എന്ന് കളിച്ചും രസിച്ചും നിന്നപ്പോഴാണ് ഒരു വലിയ ശബ്ദം കേട്ടത്. ഗിർ ഗിർ. സുന്ദരി പേടിച്ചു പോയി. മാൻകുട്ടി മാൻകുട്ടി, എന്താണ് ആ ശബ്ദം? മൃഗങ്ങളൊക്കെ പേടിച്ചു ഓടുന്നുണ്ടല്ലോ. ഓടുന്നതിനിടയിൽ മാൻകുട്ടി പറഞ്ഞു, സുന്ദരി സുന്ദരി, ഓടിക്കോ, കാട്ടിലെ രാജാവ് സിംഹം വരുന്നേ എന്നും പറഞ്ഞ് ഓടിപ്പോയി. സുന്ദരി ചോദിച്ചു, മാൻകുട്ടി മാൻകുട്ടി, നീ ഈ കാടിന്റെ ഭംഗി മാത്രല്ലേ പറഞ്ഞേ, അപകടം കുറിച്ച് എന്താ പറയാത്തെ എന്നും പറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. പാവം അപ്പു സുന്ദരിയും കാത്ത് പടിവാതിക്കെ വിഷമിച്ചിരിക്കുകയായിരുന്നു. സുന്ദരിയെ കണ്ടപ്പോഴാ സന്തോഷമായി. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? പരിചയമില്ലാത്ത കൂട്ടുകാരെ പെട്ടെന്ന് വിശ്വസിക്കരുത്. നന്ദി, നമസ്കാരം. താങ്ക് യു മാം. ഓക്കെ, നല്ലതായിരുന്നു കേട്ടോ. ഗുഡ് സ്റ്റോറി. താങ്ക് യു മാം. താങ്ക് യു. പോരട്ടോ, നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്? മാം, ഇൻസ്പിറേഷണൽ സ്റ്റോറി പറയാം. ഓക്കെ. Good morning, everyone. Good morning, ma'am. Once upon a time in Italy, there was a little girl named Maria who loved to learn. She was curious about everything: how birds fly, how plants grow, and how people think. While other girls were told to play with dolls, Maria wanted to build things and read books. As Maria grew up, she dreamed to become a doctor. Even though back then, girls were not allowed to study in medicine. But Maria was brave and didn't give up. She worked very hard and became the first woman doctor in Italy. One day, she saw that many children were not given chance to learn. They had no toys, no books, and no one teach them kindly. Maria had an idea. She started a small school and filled with love, beautiful materials, and hand-on activities. She let children choose what they wanted to learn, and they become happy and smart. Her way of teaching became famous all over the world. It's none other than Maria Montessori. Thank you. ഇനി എന്താ? സ്നെൽ ആക്ഷൻ സോങ് ചെയ്യാം. ആതിര. Five little monkeys jumping on the bed. One fell off and bumped his head. Mama called the doctor and doctor said, no more monkeys jumping on the bed. Four little monkeys jumping on the bed. One fell off and bumped his head. Mama called the doctor and doctor said, no more monkeys jumping on the bed. Three little monkeys jumping on the bed. One fell off and bumped his head. Mama called the doctor and doctor said, no more monkeys jumping on the bed. Two little monkeys jumping on the bed. One fell off and bumped his head. Mama called the doctor and doctor said, no more monkeys jumping on the bed. One little monkey jumping on the bed. He fell off and bumped his head. Mama called the doctor and doctor said, put their monkeys on bed. Thank you, ma'am. Okay, very good. Then
ഇനി എന്തെങ്കിലും ഉണ്ടോ? മാം ഗാന്ധിജിനെ കുറിച്ചൊരു ഷോർട്ട് പ്രസന്റേഷൻ പറയാം. Okay. Good morning, everyone. Today I am going to speak a few words about Mahatma Gandhi. Gandhi is the father of our nation. His full name is Mohandas Karamchand Gandhi. He was born on October 2nd, 1869. We call him Bapu with love. He always spoke with truth. He wore simple clothes. He used the charka to spin his own clothes. He fought for India's freedom without violence. We celebrate his birthday as Gandhi Jayanti. Thank you, ma'am. Okay. Very good. മാം ഞാനൊരു ആക്ഷൻ സോങ് ചെയ്യാം. Okay. വാട്ടർമെലൻ വാട്ടർമെലൻ പപ്പായ പായ ചിക്കു 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 ഫ്രൂട്ട് സലാഡ് ഫ്രൂട്ട് സലാഡ്. ഓക്കെ മാം. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. ഇനി ഉണ്ടോ? മാം ഞാനൊരു സ്റ്റോറി പറയാം. കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു കഥയായാലോ? എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് ഓടടാ ഓട്ടം. മഹാമടിയനാണ് മിട്ടുഡോങ്കി. എപ്പോഴും ഉറക്കം തന്നെ. ഒരിക്കൽ കൂട്ടുകാർ അവനെ വിളിച്ചു. ഹേയ് മിട്ടു, ഞങ്ങളുടെ കൂടെ കളിക്കാൻ വാ. മിട്ടു കൊണ്ടോ വരുന്നു. അവൻ മടി പിടിച്ച് ഒരു മരച്ചുവട്ടിലിരുന്നു. കുറച്ചു കഴിഞ്ഞതും അവിടെ ഇരുന്ന് മിട്ടു ഉറങ്ങിപ്പോയി. ഈ സമയം കൂട്ടുകാരെല്ലാം കളി തുടങ്ങി. നമുക്കിന്ന് ഓട്ടാ മത്സരം നടത്തിയാലോ? ടിങ്കുമുയൽ ചോദിച്ചു. അത് കൊള്ളാം, കൂട്ടുകാർ സമ്മതിച്ചു. ഇവിടെ നിന്ന് ഓടി പുഴക്കരയിലെത്തണം. ആദ്യം എത്തുന്നവർ ജയിക്കും, ടൂണിക്കരടി പറഞ്ഞു. ശരി ശരി. അവരെല്ലാം ഒന്നിച്ച് ഓട്ടാ മത്സരം തുടങ്ങി. ഇതൊന്നും അറിയാതെ മിട്ടു നല്ല ഉറക്കത്തിലായിരുന്നു. പെട്ടെന്ന് മരത്തിൽ നിന്ന് ഒരു കായ വീണു, നേരെ മിട്ടുവിന്റെ തലയിൽ. അയ്യോ! അവൻ നെട്ടി ഉണർന്നു. അപ്പോയതാ കൂട്ടുകാർ ഓടുന്നു. ആരോ പിടിക്കാൻ വരുന്നത് തന്നെ. മിട്ടു പിന്നൊന്നും ആലോചിച്ചില്ല. അവനും അവരുടെ കൂടെ ഓടാൻ തുടങ്ങി. പേടിച്ചാണല്ലോ മിട്ടുവിന്റെ ഓട്ടം. ഒറ്റയോട്ടത്തിന് അവൻ എല്ലാവരുടെയും മുന്നിലെത്തി. അതോടെ കൂട്ടുകാർ ഓട്ടം നിർത്തി. ഹേയ് മിട്ടു, നീയൊരു മിടുക്കൻ തന്നെ. ഓട്ടാ മത്സരത്തിൽ 1ാം സ്ഥാനം കിട്ടിയല്ലോ, ടൂണിക്കരടി പറഞ്ഞു. അപ്പോഴാണ് മിട്ടുവിന് കാര്യം പിടികിട്ടിയത്. അവൻ നാണിച്ചു പോയി. ഏതായാലും അതോടെ മിട്ടുവിന്റെ മടി മാറി. കൂട്ടുകാരുടെ കൂടെ കളിയും തുടങ്ങി. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എന്റെ കഥ ഇഷ്ടായോ? Good. നന്നായിരുന്നു കേട്ടോ. താങ്ക് യു മാം. ഓക്കെ. അടുത്തതാരാണ്? ഫിയ ലോറൻസ്. നേരത്തെ വീഡിയോ ഓൺ ആക്കിയല്ലോ. ടെസ്റ്റിനാണ് പേര്. ഓക്കെ, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഞാനൊരു ആക്ഷൻ സോങ് ആണ്. വാക്കിംഗ് 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 ഹോപ്പ് 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 റണ്ണിംഗ് 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 നൗ ലെറ്റ്സ് സ്റ്റോപ്പ് നൗ ലെറ്റ്സ് സ്റ്റോപ്പ് ടിക് ടോക്ക് ടിക് ടോക്ക് ടിക് ടോക്ക് ടിക് ടോക്ക് സ്കിപ്പ് 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 സ്കിപ്പ്. സ്റ്റക്ക് ആയല്ലോ. റേഞ്ച് കുറവാന്ന് തോന്നുന്നു മാം അവിടെ. റേഞ്ചിന്റെ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. കേൾക്കാൻ പറ്റിയില്ല. ഫുള്ള് കേൾക്കാനായിട്ട് സാധിച്ചില്ല ഫിയ.
ഓക്കെ, അപ്പൊ നമുക്ക് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങളോട്, ലാംഗ്വേജ് ഡെവലപ്മെന്റിലെ ഇഷ്ടപ്പെട്ട ഏജ് എഴുതിയിട്ട് അത് എന്തുകൊണ്ടാണെന്ന് കാരണം എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും എഴുതിയോ? എല്ലാവരും തന്നെ എഴുതി അല്ലേ? ഓക്കെ, അപ്പൊ നമുക്കതൊന്ന് കേൾക്കാം. ആദ്യം ആരാ പറയാ? മിസ്സേ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, ഞാൻ പറയണ്ടല്ലോ. വേണ്ട വേണ്ട, അസീന പറയണ്ട. ഓക്കെ മാം. ആതിര എഴുതിയോ? ആതിര എഴുതി? എഴുതി മാം. റീഡ് ചെയ്തോളൂ കേട്ടോ. I like 2 to 3 years because in this age child will start to speak, but it's not clear. But the words coming from child is very interesting and beautiful, and also their smile is very cute. And they are imitating other likes, work like their mother, father, and grandparents also. And at the same time, try to speak what the adult speak it. Not perfect, but it's very interesting to hear. And they engage a lot of activities and try to do walking, running, and they are very close to us for doing activities with him, like helping their mother, some household work, etc. That's very interesting and lovable. Thank you, ma'am. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയില്ലേ പറഞ്ഞത്? ഓക്കെ, then ശ്രുതി സുരേഷ്. Yes, ma'am. Okay. I like the stage between 4 and 5 months babies start actively communicating through sound and gestures. The babble make vowel sound like baba or mama, oo or aa, and begin to respond to their name and changes in your voice tone. They also start to show more emotions, reach for object, and may even blow raspberries. They will turn their head and eyes to follow sounds and respond to their own name. They may try to limitate the up and down tone of your voice. Babies will laugh and squeal during play. They can sit with support around their hips and lower back. They will usually follow moving objects. That's it, ma'am. Okay. Thank you. Then Sajina Nijas. മാം, ഞാൻ മലയാളത്തിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ. 3 to 4 years ആണ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്. ഈ സമയത്ത് പിള്ളേർ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, കൂടുതൽ സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്ന സമയമാണ്. എന്തെങ്കിലും റൈംസോ സ്റ്റോറീസോ ഒക്കെ കേൾക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അതൊക്കെ പഠിക്കാനും ഭയങ്കര താല്പര്യം കാണിക്കും പിള്ളേര്. ആ ടൈമിൽ എന്ത് പറഞ്ഞാലും പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു വരി എന്തെങ്കിലുമൊക്കെ അവര് എന്തെങ്കിലും ഒരു റൈം പറഞ്ഞാൽ തന്നെ അതിന്റെ ഏതെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒരു ഇതൊക്കെ അവരുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാകും. പിന്നെ ഈ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഭയങ്കര റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്യും. എന്തെങ്കിലും ഒരു പാത്രം സിങ്കി കൊണ്ടുപോയിടാനോ അല്ലെങ്കിൽ ഒരു പാല് കൊണ്ടുവയ്ക്കാനോ ഒക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് ഭയങ്കര റെസ്പോൺസിബിൾ ആയിട്ട് അവർ ചെയ്യും അത്. പിന്നെ ബ്രഷ് ചെയ്തില്ലെങ്കിൽ ജേംസ് വരും, നെയിൽസ് കട്ട് ചെയ്തില്ലെങ്കിൽ വയറ്റിൽ ജേംസ് ഒക്കെ പോകും എന്നൊക്കെ പറയുമ്പോൾ അവർ പെട്ടെന്ന് ഹാൻഡ് വാഷ് ചെയ്യാനും ബ്രഷ് ചെയ്യാനൊക്കെ എന്നെ ബ്രഷ് ചെയ്യിപ്പിച്ചതാ, അല്ലെങ്കിൽ എന്റെ നെയിൽ കട്ട് ചെയ്താ, എന്റെ നഖമൊക്കെ മുറിച്ചതാ എന്നൊക്കെ പറയും. അവരെന്നെ അങ്ങനെ നമ്മളെ അടുത്ത് പറയും. പിന്നെ എന്തെങ്കിലും അവർക്ക് അവരുടെ അടുത്ത് അവരെ ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര കാര്യമായിരിക്കും അവർക്കത് പിന്നെ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടി വരും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. പിന്നെ നമ്മളെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കും, നല്ലതും ചീത്തയും എല്ലാം ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. സംസാരമാണെങ്കിലും ആക്ഷൻസ് ആണെങ്കിലും ഒക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു ഇതായിരിക്കും. പിന്നെ നല്ല കെയറിങ് ആയിരിക്കും. നമുക്ക് എന്തെങ്കിലും സുഖമില്ലാണ്ടൊക്കെ കിടക്കുകയാണെങ്കിൽ മരുന്ന് മേടിച്ച് തരാട്ടോ, അങ്ങനെയൊക്കെ ഭയങ്കര കെയറിങ് ആയിട്ട് നമ്മുടെ അടുത്ത് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ടൈമാണ്. ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ടൈമായിരിക്കും. ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ആ സമയത്തൊക്കെ എന്തെങ്കിലും ഒരു അസുഖമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിള്ളേർ ഭയങ്കര വീടൊക്കെ ഉറങ്ങിയ പോലെ നമുക്ക് തോന്നും. അത്രയും ആക്റ്റീവ് ആയിട്ടുള്ള ടൈമായിരിക്കും ഇത്. അത്രേ ഉള്ളൂ. ഇനി ആരാണ് പറയുന്നേ? ഞാൻ പറയാം. ഞാൻ പറയട്ടെ? The age between 3 to 4 years is a very joyful time, filled with laughter and play. Children at this age tend to remember everything that is explained to them.
They try to imitate adults and attempt to do things in their own way. Listening to their conversation is very enjoyable. Time feels when spending moments with them. Children at this stage are often quite stubborn. They ask for everything they like, candies, toys, and other items. If there is someone eating something, they will also want to eat it themselves. Thank you, ma'am. Okay, thank you. Then Renu Viraj. ബർത്തിട്ട് 5 months ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാര്യം എന്ന് വെച്ചാൽ നമ്മളിലൂടെ അവരെ ലോകം കാണിക്കുക ചെയ്യും. നമ്മളിപ്പോ സൗണ്ട് ഈ കിൽക്കത്തിന്റെ ഒക്കെ ആണെങ്കിലും സൗണ്ട് കേൾക്കുമ്പോൾ അവർ ആ ഭാഗത്തോട്ട് പോകും. പിന്നെ അവരുടെ ചിരി, അതെല്ലാം ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒന്നും അറിയാതെയുള്ള ഒരു സമയമാണത്. നമ്മള് വിശക്കുമ്പോ ഒരു സൗണ്ട് ഉണ്ടാക്കുന്നു, അതൊക്കെ നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മള് കുഞ്ഞിലോട്ട് പാട്ടൊക്കെ, എന്റെ മോളാണ് ഇട്ടത്. ഞാൻ ഈ ബർത്ത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ മറ്റേ ഈ ക്ലാസിക്കൽ സോങ് ഒക്കെ കേൾപ്പിച്ചോണ്ടിരുന്നു, എങ്ങനെ വെക്കും. അപ്പൊ അവൾക്ക് അത് കേട്ടാ അവൾ ഉറങ്ങിക്കൊണ്ടിരുന്നത്. പിന്നെ ഇവിടെ കെട്ടിച്ച് വന്ന വീട്ടിൽ വന്നപ്പോഴാണ് അത് മാറ്റിയപ്പോ ഇവർക്ക് പറഞ്ഞു അത് ലാസ്റ്റ് ശീലമാകും, പുറത്തൊക്കെ പോകുമ്പോൾ ബുദ്ധിമുട്ടാവുകൊണ്ട് അത് വെച്ച് കൊടുക്കല്ലേ. ആ ക്ലാസിക്കൽ സോങ് കേട്ടാ പെട്ടെന്ന് ഉറങ്ങുമായിരുന്നു. അങ്ങനെ. പക്ഷെ ഇപ്പോഴും അതുപോലെ തന്നെ സോങ്സ് ആണ് കൂടുതൽ. അപ്പൊ നമ്മള് തുടക്കത്തിലെ ഇങ്ങനെ അവരെ ഫോളോ അപ്പ് ചെയ്യിക്കുന്നത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. കഥകളൊക്കെ ഇപ്പൊ അങ്ങനെ കാർട്ടൂൺസ് ഒക്കെ ആണെങ്കിൽ ഇപ്പോഴും അങ്ങനെ കേൾക്കത്തില്ല. പുള്ളിക്ക് ഇതുപോലെയുള്ള സോങ്സ് ആണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ നമ്മളിലൂടെയാണ് അവര് മനസ്സിലാക്കുന്ന സൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ബർത്ത് ടു 5 years അല്ല 5 months ഇഷ്ടമാണ്. മാം അടുത്തത് ഞാൻ പറയാട്ടോ. പറഞ്ഞോളൂ, സൗമ്യ പറഞ്ഞോളൂ. 18 മുതൽ 23 വരെ ഉള്ളത് അതാണ് ഞാൻ പറയണത്. അതായത് ഉച്ചാരണം പലപ്പോഴും വ്യക്തമല്ല. സാധാരണ ഭക്ഷണങ്ങളുടെ പേര് ചോദിക്കുന്നു ഈ ഒരു മന്തില്. പിന്നെ മൂ പോലുള്ള മൃഗങ്ങളുടെ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നു. പിന്നെ കൂടുതൽ വാക്കുകൾ കൂട്ടിച്ചേർക്കാൻ തുടങ്ങുന്നു. എന്റേതെന്ന് പോലുള്ള സർവനാമങ്ങള് ഉപയോഗിക്കാൻ തുടങ്ങുന്നു. പിന്നെ 2-3 വാക്യങ്ങളെ ഈ ഇതിൽ പറയുള്ളൂ, ഉപയോഗിക്കുള്ളൂ. കൂടുതൽ പറയാൻ അവര് ആയിട്ടില്ല. ഓക്കെ മാം, ഞാൻ പറയാം. Good morning, everyone. I like babies who are 6 months to 1 year old because babies are so cute and their laughter and sounds are so much fun. And they are so cute to watch. Spending time with them and playing with them is enjoy. Their actions are looking so cute. Their communication is with action. When they were says mama and dada, we feel a great excitement. They are repeat our sounds and our movements. That's very funny and happiness that moment. Thank you. Okay. ഇനി ആരാണ്? മൃദുല പറഞ്ഞു. Okay, I like to the language development stage of children 3 to 4 years. In this stage, children ask lot of questions, act with other children and when playing, draw a recognizable person with a face and maybe arms and legs. In this year, child will be really enjoy physical activity to run, jump, swing, climb, and dance. And this year, there might be emotional development, longer sentiments, and a strong memory. Thank you, ma'am. Okay. ജിതിൻ DK. പേരെന്തായിരുന്നു? ഞാൻ പറയാം. ഹലോ. പറഞ്ഞോളൂ കേട്ടോ. കേൾക്കുന്നുണ്ടോ മാം? കേൾക്കുന്നുണ്ട്. ഓക്കെ.
ഓക്കെ. അമ്മയുടെ സ്നേഹം എന്നത് ആർക്കും വിശദീകരിക്കാൻ കഴിയാത്ത ഒന്നാണ്. ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം എത്ര വയസ്സായാലും അവർക്ക് അത്, എത്ര വലിയവനായാലും അവർക്ക് എന്നും കുഞ്ഞ് തന്നെയായിരിക്കും. എസ്പെഷ്യലി നമ്മൾ കൺസീവ്ഡ് ആണ് എന്ന് അറിയുന്നത് തൊട്ട് നമ്മൾ മറ്റൊരു കൂടുതൽ എക്സ്ട്രാ മെച്ചുവേർഡ് ആയിട്ട് വരികയാണ്. നമ്മുടെ പേഴ്സണാലിറ്റി കൂടുതൽ ഡെവലപ്പ് ആവും. അങ്ങനെയൊക്കെ ചെയ്യും. എല്ലാത്തിലും കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കും. ഹെൽത്ത് വൈസ് ആയാലും നമ്മൾ കഴിക്കുന്ന ഫുഡ് ആയാലും എല്ലാത്തിലും നമ്മൾ എക്സ്ട്രാ കെയറും കൊടുക്കും നമ്മൾ. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഏജ് 5 ഇയർ ആണ്. എന്റെ മകൾക്ക് ഇപ്പൊ 5 ഇയർ ആയി. അപ്പൊ അവള് എന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിലും കൂടുതൽ ശ്രദ്ധ കൊടുക്കും. എന്ത് ചെയ്യുമ്പോഴായാലും പിന്നെ എക്സ്ട്രാ ഒരു കെയർ കൊടുക്കും. അവളുടെ ഐറ്റംസ് ഒക്കെ ആക്സസറീസ് ആയാലും എന്തായാലും വേറെ തന്നെ ഒരു കുഞ്ഞു ബോക്സിൽ അവള് സൂക്ഷിച്ചു വെക്കും എപ്പോഴും. ഈവൻ 8 പേര് അതിൽ തൊടാൻ വേണ്ടി പാടില്ല. അങ്ങനെ ഒരു മെന്റാലിറ്റിയാണ് അവൾക്ക്. അവൾ തന്നെ പ്രത്യേകം ബുക്സ് ആയാലും അവളുടെ ബാഗ് ആയാലും എല്ലാം തന്നെ അവള് പ്രത്യേകം കെയർ ചെയ്ത് വെക്കും. പിന്നെ ഇപ്പൊ അവൾക്ക് താഴെ ഒരു ചെറിയ മകനുണ്ട്, 1 വയസ്സുള്ള ഒരു മകനുണ്ട്. അവന്റെ കാര്യത്തിൽ എക്സ്ട്രാ കെയർ കൊടുക്കും. ഭക്ഷണം കഴിച്ചാലാണെങ്കിൽ അവൾ തന്നെ നമ്മുടെ ഡൈനിങ് ടേബിളിൽ നിന്ന് പ്ലേറ്റും ഗ്ലാസ് ഒക്കെ എടുത്തിട്ട് കിച്ചണിൽ കൊണ്ടുപോയിട്ട് വെക്കും. ഇപ്പൊ നിലത്തൊക്കെ എന്തെങ്കിലും ഇവൻ ഒരു പേപ്പറിന്റെ കഷ്ണം വരെ ഒക്കെ കണ്ടു ഭയങ്കര ക്ലീൻ ആയിരിക്കണം അവളുടെ കാര്യത്തിൽ. നിലത്തെ ഒരു പേപ്പറിന്റെ കഷ്ണം ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോയിട്ട് വേസ്റ്റ് ബിന്നിലിടും. ഭയങ്കര ഒരു പ്രത്യേക ഒരു സ്വഭാവക്കാരിയാണ്. അതായത് പാട്ടിലായാലും ഡാൻസിലായാലും ഒക്കെ അവള് മിടുക്കിയാണ്. പക്ഷെ ഇപ്പൊ എനിക്കൊരു സർജറി കഴിഞ്ഞത് കൊണ്ട് പിന്നെ ഇപ്പൊ 2 മാസത്തോളമായി സ്കൂളിൽ ഇപ്പം പോകാറില്ല. സ്കൂളിലൊക്കെ പറഞ്ഞു വെച്ചിട്ട് ഇപ്പൊ നിൽക്കുകയാണ്. ഇപ്പൊ നെക്സ്റ്റ് മന്ത് തൊട്ട് സ്കൂളിലേക്ക് അയക്കണം അവളെ. അങ്ങനെയാണുള്ളത്. ഓക്കെ. ഓക്കെ. അടുത്തത് ആരാണ് പറയാനായിട്ടുള്ളത്? ഞാനാണ് മാം. പറഞ്ഞോളൂ. ബർത്ത് ടു 5 months ആണ് പറയാം. എനിക്ക് 5 മാസം വരെയുള്ള ബേബിന്റെ ടൈമാണ് ഇഷ്ടം. 3 മാസം വരെ കുട്ടികള് കരയല്, പിരിയൽ, ഞെട്ടൽ എന്നിവയൊക്കെ ഉണ്ടാവും. പിന്നെ കണ്ണു പൂട്ടി കിടക്കുന്ന എനിക്ക് ഭയങ്കര ആ സമയത്തുള്ള ബേബിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ എന്റെ മോള് കരയുമ്പോ ഞാനും ഒന്നിച്ച് കരയലുണ്ട്. ഫസ്റ്റത്തെ ബേബി ആയിക്കൊണ്ടായിരിക്കും. അവളെ കുളിപ്പിക്കുമ്പോൾ എല്ലാം കരയുമ്പോൾ ഞാൻ ഇപ്പുറത്തുനിന്ന് കരയും. പക്ഷെ ഉമ്മയെല്ലാം പറയും അത് ഫസ്റ്റ് ടൈം കൊണ്ടാന്ന് പറഞ്ഞു. മോന്റെ 2ാമത്തെ ഇതിനൊന്നും പ്രശ്നമില്ല, അതെല്ലാം ഫസ്റ്റ് അനുഭവം ആയിക്കൊണ്ടാന്ന്. പിന്നെ 3 മാസം ആകുമ്പോൾ കമിയാനെല്ലാം അതിന്റെ ഫസ്റ്റ് ടൈം ചെരിയാൻ നോക്കും ഇവര്, പിന്നെ കമിയാൻ തുടങ്ങും 3 മാസം. പിന്നെ 5 മാസത്തുമ്പോൾ ചിരിപ്പിക്കുമ്പോ നല്ലോണം ചിരിക്കും. അതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെയാണ് എന്റെ ഓർമ്മകളും കുട്ടികളെ. ഓക്കെ മാം. ഇനി ആരാ? പിന്നെ മാം ഞാൻ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയായിരുന്നേ. കാരണം വെച്ചാൽ എന്റെ ഹസ്ബൻഡിന്റെ അമ്മേന്റെ അടുത്താണ് ഞാനത് കണ്ടിട്ടുള്ളത്. കാരണം വെച്ചാൽ ഇതുവരെയായിട്ട് ഞാൻ കണ്ടെടുത്തില്ല. അതേ അവരെ പേര് വിളിച്ചില്ല. മോനെ എന്ന് മാത്രമല്ലാണ്ട് എല്ലാവരും അങ്ങനെ തന്നെ കെയർ ചെയ്യാ. മോനെ എന്നല്ലാണ്ട് ജിതിൻ എന്നാണ് പേര്. ജിതിൻ ഇതുവരെ വിളിച്ചാൻ കേട്ടില്ല. മോനെ മോനെ എന്ന് പറഞ്ഞ് ഇപ്പോഴും ഇപ്പൊ ഞാൻ എന്റെ മോനെ 1 വയസ്സുള്ള മോനെ കൊണ്ട് നടക്കുന്ന പോലെ തന്നെ ഇപ്പൊ ഓരെ കാണുന്നത്. ഓക്കെ, അതും കൂടി ഞാൻ മെൻഷൻ ചെയ്യാൻ നേരത്തെ വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ മോക്ക് അറിഞ്ഞുകൊണ്ട് അതിന്റെ ഇടയ്ക്ക് ഞാൻ പോയതാ. ഓക്കെ എന്നാലേ. ഓക്കെ, അപ്പൊ കഴിഞ്ഞല്ലോ. ഇനി ആരെങ്കിലും ഉണ്ടോ പറയാനായിട്ട്? മാമേ, ഞാൻ കഴിഞ്ഞ ആബ്സെന്റ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. പക്ഷെ എനിക്ക് പിക്ചർ വീലും നമ്പർ വീലും കാണിക്കാനുണ്ട്. അതൊന്ന് കാണിച്ചോട്ടെ മാം? കാണിച്ചോളൂ. പിക്ചർ വീല് കാണുന്നുണ്ടോ മാം? കാണുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ടല്ലോ. നിറച്ച് സ്റ്റാർ ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ ചുറ്റും. ഓക്കെ, താങ്ക് യു മാം. നമ്പർ വീല് ഓക്കെ. കാണുന്നുണ്ടോ മാം? കാണുന്നുണ്ട്. എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? കാണാം. ഓക്കെ മാം, താങ്ക് യു മാം. ഓക്കെ. എന്ത് പറ്റി? 2 ദിവസം ഉണ്ടായിരുന്നു കേറാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2 ക്ലാസ് മിസ്സായി മാം. മോൻ ദുബായിക്ക് പോണത് ഒരു ക്ലാസ് മിസ്സായി. പിന്നെ ഞങ്ങൾക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അകലെയായിരുന്നു. അപ്പൊ പിന്നെ പോയിട്ട് പിന്നെ വൈകുന്നേരം വന്നത്. അപ്പൊ ഞാനത് റെക്കോർഡ് ക്ലാസ് കൂടിക്കോളാം മാം. എനിക്ക് അങ്ങനെ ഇഷ്ടമില്ല അവധി എടുക്കണം, പക്ഷെ അത് ഒഴിവാക്കാൻ പറ്റാത്തായിരുന്നു. അതുകൊണ്ട് താങ്ക് യു മാം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് അഥവാ PDF-ലേക്ക് വരാം കേട്ടോ. ഇപ്പോഴാണ് നമ്മൾ യൂണിറ്റ് 5-ലേക്ക് കടക്കുന്നത്. ഇനി നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണെന്ന് അറിയാലോ? എന്തുകൊണ്ടായിരിക്കും?
ഇപ്പൊ എല്ലാവരും പറയുന്നതൊക്കെ തന്നെയായിരിക്കും അല്ലേ? അതായത് ആ ടേബിൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞായിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് വായിക്കുമ്പോ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നിങ്ങൾ ആ പേജ് ഒന്ന് ആദ്യം റീഡ് ചെയ്യാ കേട്ടോ. ഫസ്റ്റ് പേജ് റീഡ് ചെയ്യാ. വായിച്ചു കഴിയുമ്പോൾ തമ്പ് ചെയ്യാം കേട്ടോ. മൃദുല വായിച്ചു കഴിഞ്ഞോ? ഫസ്റ്റ് പേജ് അല്ലേ? ഫസ്റ്റ് പേജ് വായിച്ചു. വായിച്ചിട്ട് മനസ്സിലായോ പെട്ടെന്ന്? നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ആദ്യം പറയുന്നത്. ചെറിയ കുട്ടികളുടെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാമോ? ആദ്യത്തെ ആണോ? Language, which is the ability to communicate using spoken words, distinguish human beings from other animals. മറ്റുള്ള അനിമൽസിനെ അപേക്ഷിച്ച് ഹ്യൂമൻ്റെ എന്ന് പറയുമ്പോൾ നമ്മുടെ ലാംഗ്വേജ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് വേർഡ്സ് ഒക്കെ ഉപയോഗിക്കുന്നു. കരയുന്നു, കോളിംഗ് ദ ചൈൽഡ്. കൂയിങ് അല്ല കേട്ടോ, അത് കൂയിങ് ആണ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ അങ്ങനെ തന്നെയാണ് അല്ലേ? കൂയിങ്, COOING. കൂളിംഗ് അല്ല, കൂയിങ് ആണ് കേട്ടോ. ഓക്കെ. Cooing the child produces sound from his throat. അവനവന്റെ തൊണ്ടേന്ന് അങ്ങനെ ഒരു സൗണ്ട് പുറപ്പെടുവിക്കുന്നു. Babbling the child combines the vowel and consonant sound and repeats continuously Baba. പിന്നെ ഈ അതായത് ഇങ്ങനെ ബാബ എന്നുള്ള സൗണ്ട് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് പുറപ്പെടുവിക്കുന്നു. First meaningful word generally related to the primary caretaker, മാപ്പ. അതായത് കുട്ടീനെ ആരാണ് നോക്കണേ? നമ്മുടെ ആദ്യ ഗാർഡിയനില്. അതായത് അവരെ മാപ്പ എന്നുള്ള
മീനിങ്ഫുൾ ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ പറയുന്നു. സിംഗിൾ വേർഡ് സെന്റൻസ് ബോൾ ക്യാൻ മീൻ ഐ സീ എ ബോൾ, ഐ വാണ്ട് ദ ബോൾ, മൈ ബോൾ ഫെൽ ഡൗൺ. പിന്നെ ഇതുപോലെയുള്ള സിംഗിൾ വേർഡ്സ് ഒക്കെ പറയുന്നു. സ്റ്റേജ് ഓഫ് ടെലഗ്രാഫിക് സ്പീച്ച്, വൺ ബേർഡ് സീ ബോൾ. ടെലഗ്രാഫിക് സ്പീച്ച് പോലെയുള്ള ഇതൊക്കെ പറയുന്നു. ബോള് വേണം, ബോള് കണ്ടു, അങ്ങനെ. സിമ്പിൾ സെന്റൻസസ്, ഐ വാണ്ട് എ ബോൾ, എനിക്ക് ബോള് വേണം. ഓക്കെ, അടുത്ത പാരഗ്രാഫ് ഇല്ല ഇല്ല വായിക്കണ്ട, ഞാൻ വേറെ ആളെ കൊണ്ട് വായിപ്പിച്ചോളാം. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കി വന്ന് ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, ലാംഗ്വേജ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ദ എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് യൂസിങ് സ്പോക്കൺ വേർഡ്സ് distinguishes human beings from other animals. മറ്റുള്ള ആനിമൽസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഹ്യൂമൻസ്, അതായത് മനുഷ്യര് മാത്രം ചില വേർഡ്സുകൾ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ലാംഗ്വേജ് എന്തിനാ നമ്മൾ ഉപയോഗിക്കുന്നത്? എന്തിനാ ഉപയോഗിക്കുന്നത് ലാംഗ്വേജ്? കമ്മ്യൂണിക്കേഷൻ അല്ലെ, വേർഡ്സുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ അത് മറ്റ് അനിമൽസ്, മറ്റ് മൃഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഭൂമിയിൽ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഹ്യൂമൻസിന് മാത്രമായിട്ടുള്ള ഒരു കഴിവാണ് ലാംഗ്വേജ് ഉപയോഗിക്കുക എന്നുള്ളത്. ഓക്കെ, ദെൻ കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ സ്റ്റേജസ് ആണ് കാണിച്ചുകൊണ്ട് ഓരോ പോയിന്റുകളായിട്ട് കാണിച്ചു കൊണ്ടുള്ളത് കേട്ടോ. കുട്ടി ജനിച്ചു കഴിഞ്ഞ് അവരുടെ ഓരോ സ്റ്റേജിലുമുള്ള ലാംഗ്വേജ് ഡെവലപ്മെന്റ് പോയിന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ക്രൈയിങ് ആണ്. കുഞ്ഞു ഭൂമിയിൽ ജനിച്ചു വീഴുമ്പോൾ ആദ്യം എന്താ ചെയ്യാ? കരഞ്ഞിട്ടാണ് അവൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അല്ലെ. ഓക്കെ, അപ്പോ ഫസ്റ്റ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അത് ക്രൈയിങ് ആണ്. ഓക്കെ, ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. Then second one എന്ന് പറയുന്നത് cooing ആണ്. cooing എന്ന് പറഞ്ഞാല് the child produces sound from his throat. അവന്റെ തൊണ്ടയിൽ നിന്ന് കരഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നീടുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ പിന്നീടുള്ള മണിക്കൂറുകളിൽ ചെറിയ ചെറിയ സൗണ്ടുകൾ, അതായത് ചെറിയ ചെറിയ ഞെരുക്കങ്ങള്, മൂളലുകള് എന്നിവ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് cooing. കേട്ടിട്ടില്ലേ നിങ്ങള്? കുഞ്ഞു മുക്കുന്നത്, മൂളുന്നതൊക്കെ കേട്ടിട്ടില്ലേ? ചെറിയ ചെറിയ ഞെരുക്കങ്ങള് ഉറങ്ങുമ്പോൾ അല്ലെങ്കിൽ കരയുന്നതിനിടയ്ക്ക്, പാല് കുടിക്കുന്നതിനിടയ്ക്ക്. ഓക്കെ, ദാറ്റ് ഈസ് കൂയിങ് സൗണ്ട് കേട്ടോ. അപ്പൊ അവന്റെ തൊണ്ടയിൽ നിന്ന് ചില സൗണ്ടുകൾ അവൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് കൂയിങ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് രണ്ടാമത്തെ സ്റ്റേജ് ആണ്. ദെൻ മൂന്നാമത്തേത് എന്ന് പറയുന്നത് babbling. The child combines a vowel and consonant sound and repeats continuously ba ba ba. എന്താണ്? അതായത് ഒരു വവൽ സൗണ്ടും അതുപോലെ തന്നെ ഒരു കോൺസണന്റ് സൗണ്ടും ചേർത്തിട്ട് എന്ത് ചെയ്യുന്നു? ഒരു വേർഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ കൊടുത്തിരിക്കുന്നത് ബാ 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 എന്ന് പറയുന്ന വേർഡ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ബ് എന്ന് പറയുന്നത് ഒരു കൺസണന്റ് ആണ്, ആ എന്ന് പറയുന്നത് വവ്വലാണ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ മലയാള അക്ഷരങ്ങൾ പഠിക്കുമ്പോൾ പഠിച്ചിട്ടില്ലേ? ബ പ്ലസ് ആ ബ പഠിച്ചിട്ടുണ്ടോ? ക പ്ലസ് ആ ക, പ പ്ലസ് ആ പ. അങ്ങനെയാണ്. അതായത് ഒരു വ്യഞ്ജനവും അതുപോലെ തന്നെ ഒരു സ്വരാക്ഷരവും ചേർന്നിട്ടാണ് ലെറ്റേഴ്സ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു കൺസണന്റ് സൗണ്ടും ഒരു വവൽ സൗണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് എന്താണ് വേർഡുകൾ പറയുന്നു. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ബാ 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 എന്ന് പറയുന്ന സൗണ്ട് ആണ്. പിന്നെ അതുപോലെ തന്നെ ബാബ്ലിംഗ്, അതായത് ഈ ബാ ബാ എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളുടെ വായിൽ നിന്നും ഉമിനീര് വരും, തുപ്പല് വരുന്നത് കാണാം. എന്നിട്ട് അവർ പറയുന്നത് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? ഉമിനീര് വരുന്നത് കണ്ടിട്ടില്ലേ? അങ്ങനെ എന്നിട്ടാണ് അവരെന്ത് ചെയ്യുക? അതായത് ആ ഉമിനീരോട് കൂടിയിട്ടാണ് അവരെന്ത് ചെയ്യുക? അത് പ്രൊനൗൺസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ആ ഒരു സൗണ്ട് കേട്ടോ. ദെൻ അതുപോലെ തന്നെ ഫസ്റ്റ് മീനിങ്ഫുൾ വേർഡ് ജനറലി റിലേറ്റഡ് ടു ദ പ്രൈമറി കെയർ ടേക്കർ മാ പ. അതുപോലെ തന്നെ അവരുടെ പ്രൈമറി കെയർ ടേക്കർ, അവരെ ഏറ്റവും കൂടുതൽ നോക്കുന്ന ആരാണോ അവരെ എന്ത് വിളിക്കും? മാ പ എന്ന് വിളിക്കും അല്ലെ. മീനിങ്ഫുൾ വേർഡ് ആണത്. അവർക്ക് അതിന്റെ അർത്ഥമൊന്നും അറിയില്ല കേട്ടോ. എന്താണ് ഇതിന്റെ മീനിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല. പക്ഷെ അവരുടെ വായിൽ നിന്ന് ആദ്യം വരുന്ന വേർഡ് എന്ന് പറയുന്നത് അവരുടെ അച്ഛനമ്മമാർ, കുഞ്ഞിന്റെ അച്ഛനമ്മമാരെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ അവരെ വിശേഷിപ്പിക്കുന്നതാണ് എന്ത്? മാ പ എന്ന്.
ഓക്കെ. അപ്പൊ ആദ്യം ഒന്നും കുഞ്ഞ് വിളിക്കോ? അച്ഛ അമ്മ എന്നൊക്കെ ആദ്യമേ തന്നെ വിളിക്കോ? ചാന്നോ മാന്നൊക്കെ അല്ലേ വിളിക്കുക? ഫുള്ളായിട്ട് പ്രൊനൗൺസ് ചെയ്യാറുണ്ടോ കുഞ്ഞുങ്ങള്? ഒരിക്കലും ഇല്ല അല്ലെ? ഓക്കെ. അപ്പോ that is then single word sentence ball can mean I see a ball, I want the ball, my ball fell down. ഇനി കുറച്ചും കൂടി മുതിർന്നു കഴിഞ്ഞാല് ചില കാര്യങ്ങൾ, ചില വേർഡ് സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. ചിലപ്പോ ഞാൻ ആ ബോൾ കണ്ടു, ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് ഐ സീ എ ബോൾ, ഞാൻ ആ ബോൾ കണ്ടു. ഐ വാണ്ട് ദ ബോൾ, എനിക്ക് ആ ബോൾ വേണം. മൈ ബോൾ ഫെൽ ഡൗൺ, എന്റെ ബോൾ താഴെ വീണു. അങ്ങനെയുള്ള ചില സെന്റൻസുകൾ വലുതാക്കും തോറും ഉപയോഗിക്കാനായിട്ട് തുടങ്ങുന്നു. Then stage of telegraphic speech, one ball, see ball. അതുപോലത്തെ ടെലിഗ്രാഫിക് സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. എന്താണ്? എനിക്ക് ബോൾ വേണം, അതുപോലെ ഞാൻ ബോൾ കണ്ടു, അങ്ങനെയുള്ള വേർഡ്സ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങുന്നു. ദെൻ സിമ്പിൾ സെന്റൻസുകൾ, അതായത് ഐ വാണ്ട് എ ബോൾ അങ്ങനെയുള്ള സിമ്പിൾ സെന്റൻസുകൾ കുഞ്ഞ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങുന്നു. ഇവിടെ എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് തന്നെ കുഞ്ഞുങ്ങൾ പറയണം എന്നില്ല, ഇത് ഇംഗ്ലീഷിലായതുകൊണ്ടാണ് ഇങ്ങനെ. നമ്മുടെ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ മലയാളത്തിലായിരിക്കും പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി എന്തൊക്കെയായിരിക്കും കുഞ്ഞുങ്ങൾ പറയുന്നത് ആ ഒരു പ്രായത്തില്. അവർ ഓരോരോ അവരുടെ സ്റ്റേജ് കഴിയുമ്പോൾ എന്തൊക്കെ വേർഡ്സുകളാണ് അവർ ഉപയോഗിക്കുന്നത്, എന്തൊക്കെ സെന്റൻസുകളാണ് ഉപയോഗിക്കുന്നത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പൊ ഇത്തരത്തിലാണ് കുഞ്ഞിന്റെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇംപ്രൂവ് ആയിട്ട് വരുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? കുഞ്ഞിന്റെ ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്താ? ഏറ്റവും ആദ്യം എന്താ ചെയ്യുന്നത് കുഞ്ഞ്? ക്രൈയിങ് ആണ്. ഓക്കെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് കൂയിങ് ആണ്. ഓക്കെ. നെക്സ്റ്റ് പാരഗ്രാഫ് ഒന്ന് ആരെങ്കിലും വായിച്ചേ? ശ്രുതി വായിച്ചേ. ശ്രുതി അടുത്ത പാരഗ്രാഫ്. മറ്റേ ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ് തുടങ്ങണതാണോ? ലേണിംഗ് എനി ലാംഗ്വേജ്. ഓക്കെ 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 ഓക്കെ. Learning any language indicates acquiring 4 skills, namely listening, speaking, reading, and writing. A 3-year-old has a vocabulary of about 900 words, but by the time he is 6 years old, the child has a spoken vocabulary of almost 12,000 to 14,000 words. Okay, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ അത്? ഓക്കെ മാം. എന്തൊരു ഭാഷയും പഠിക്കുക എന്നതിൻ്റെ അർത്ഥം കേൾക്കാൻ, സംസാരിക്കാൻ, വായന, എഴുതുന്നു എന്നിവ 4 കഴിവുകളാണ്. 3 വയസ്സുള്ള ഒരു കുട്ടിയുടെ പാഠാവലി ഏകദേശം 900 വാക്കുകളാണ്. എന്നാൽ 6 വയസ്സ് ആകുമ്പോഴേക്കും അവന്റെ പാഠാവലി ഏകദേശം 12,000 മുതൽ 14,000 വാക്കുകൾ വരെ ആയിരിക്കും അല്ലെ? ഓക്കെ. അതായത് ഏതൊരു ലാംഗ്വേജും നമ്മൾ പഠിക്കുന്നത്, അത് മലയാളം ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അറബി ആയിക്കോട്ടെ, സ്പാനിഷ് ആയിക്കോട്ടെ, ഏതൊരു ഭാഷ നമ്മൾ ലോകത്തിൽ ഉപയോഗിക്കുന്ന ഏതൊരു ഭാഷ എടുത്തു കഴിഞ്ഞാലും അത് പഠിക്കുന്നത് 4 സ്കിൽസിലൂടെയാണ്. 4 സ്കിൽസിലൂടെയാണ് നമ്മുടെ ലാംഗ്വേജ് നമ്മൾ പഠിച്ചെടുക്കുന്നത്. ഓക്കെ. അതിന്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ലിസ്ണിംഗ് ആണ്. ഓക്കെ. കുഞ്ഞുങ്ങളാവുമ്പോൾ എന്താണ്, കേട്ടാണ് ആദ്യം പഠിക്കുന്നത് അല്ലെ? നമ്മൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമ്മൾ വായിച്ചിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ നമ്മൾ എഴുതിയിട്ടോ അല്ല നമ്മൾ ആദ്യം വേർഡ്സുകൾ പഠിക്കുന്നത്. മറിച്ച് എങ്ങനെയാണ് നമ്മൾ ആദ്യം വേർഡ്സുകൾ ഉപയോഗിക്കുക? എങ്ങനെയാ ഉപയോഗിക്കുക? ഒരാൾ കേട്ടിട്ടല്ലേ, നമ്മുടെ ചുറ്റുമുള്ളവർ പറഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു കേൾവിയിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലാംഗ്വേജ് ആദ്യം പഠിക്കാനായിട്ട് തുടങ്ങുന്നത്. അപ്പോ ഏതൊരു ഭാഷയും നമ്മൾ പഠിച്ചെടുക്കുന്നത് 4 സ്കില്ലിലൂടെയാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ലിസ്ണിംഗ് ആണ്, കേട്ട് പഠിക്കുക. ഓക്കെ. രണ്ടാമത്തേന്ന് പറയുന്നത് സ്പീക്കിംഗ് ആണ്, പറഞ്ഞു പഠിക്കുക. നമുക്ക് ചിലപ്പോ ഏതെങ്കിലും ഒരു വേർഡ് ചിലപ്പോ പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. ഓക്കെ. കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു വേർഡ് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അത് പ്രാക്ടീസിലൂടെ പറഞ്ഞാണ് അവര് അതിനകത്ത് ഫ്ലുവന്റ് ആകുന്നത്. ഓക്കെ. അപ്പൊ രണ്ടാമത്തേന്ന് പറയുന്നത് സ്പീക്കിംഗ് ആണ്. ദെൻ മൂന്നാമത്തേന്ന് പറയുന്നത് റീഡിംഗ് ആണ് അല്ലെ? കുറച്ചും കൂടി എന്താണ്, ഡെവലപ്മെന്റ് സ്റ്റേജ് ആണ് അല്ലെ? ലിസ്ണിങ്ങിലൂടെയും സ്പീക്കിങ്ങിലൂടെയും നമ്മൾ പറയുന്ന വാക്കുകൾ, അതിനേക്കാൾ ഉപരി നമ്മൾ കുറേയധികം വാക്കുകൾ റീഡിങ്ങിലൂടെ കുഞ്ഞ് മനസ്സിലാക്കുന്നു.
ഓക്കെ. ഇപ്പൊ കുഞ്ഞിന് ചെറിയ ചെറിയ ബുക്സ് മേടിച്ചു കൊടുത്താൽ അല്ലെ, നഴ്സറി ബുക്ക് അല്ലെങ്കിൽ എന്താ പറയാ ചെറിയ ചെറിയ എന്തെങ്കിലും ബുക്കുകൾ, സ്റ്റോറി ബുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുമ്പോൾ കുഞ്ഞ് ആ സ്റ്റോറി വായിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ പോയമൊക്കെ വായിച്ചു കഴിയുമ്പോൾ കുഞ്ഞ് അതിൽ നിന്ന് കൂടുതൽ വേർഡ്സുകൾ പഠിക്കുവാണ് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പൊ റീഡിംഗ് എന്ന് പറയുന്നത് ലാംഗ്വേജ് പഠിക്കാനുള്ള ഒരു സ്കില്ലാണ്. ദെൻ റൈറ്റിംഗ്, പിന്നീടാണ് കുഞ്ഞ് എഴുതാനായിട്ട് ആരംഭിക്കുന്നത് അല്ലെ. നമുക്ക് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ മതി, കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ കുഞ്ഞ് എന്ത് ചെയ്യും, കുറച്ചുകൂടി ഒന്ന് മുതിർന്നു കഴിയുമ്പോൾ, അതായത് 1 വയസ്സൊക്കെ പ്രായമാവുന്ന സമയത്ത് ചില വേർഡ്സുകൾ, കുഞ്ഞു കുഞ്ഞു വേർഡ്സുകൾ കുഞ്ഞ് പറയാനായിട്ട് തുടങ്ങും അല്ലെ. അതിനുശേഷം പിന്നീട് ഒരു 2 വയസ്സാവുമ്പോഴേക്കും കൂടുതൽ വേർഡ്സ് കുഞ്ഞ് പറയും. ഓക്കെ. അപ്പോഴും നമ്മൾ കുഞ്ഞിനെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കുന്നില്ല, എഴുതിപ്പിക്കുന്നില്ല അല്ലെ. എപ്പോഴാണ് കുഞ്ഞിനെ കൊണ്ട് നമ്മൾ എഴുതിപ്പിക്കുന്നത്, ഏത് സമയത്താ? 3 വയസ്സ്. അല്ലെ. ഓക്കെ. അപ്പൊ നമ്മൾ നിർബന്ധിച്ച്, ഇപ്പൊ ചില കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പേനയും പേപ്പറൊക്കെ കൊടുത്തു കഴിഞ്ഞാല് ചില കുഞ്ഞുങ്ങളെ നമ്മൾ നിർബന്ധിച്ച് നമ്മൾ കൈ പിടിച്ചൊന്നും എഴുതിപ്പിക്കാറില്ല അല്ലെ. കുഞ്ഞിനിപ്പോ ഒരു പേനയും ബുക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞ് അതിൽ പല കാര്യങ്ങളും വരച്ചിടും അല്ലെ. കുഞ്ഞുങ്ങൾക്ക് അറിയില്ല എന്താണെന്ന്. ഓക്കെ. അപ്പം ഇത്തരത്തിൽ അതായത് ഓരോ സ്റ്റേജും കഴിഞ്ഞ്, അതായത് ലിസ്ണിംഗ് എന്ന് പറയുന്ന സ്റ്റേജ് കഴിഞ്ഞ്, സ്പീക്കിംഗ് കഴിഞ്ഞു, റീഡിങ് കഴിഞ്ഞു, എന്നിട്ടാണ് കുഞ്ഞ് എഴുതാനായിട്ട് ആരംഭിക്കുന്നത്. ഓക്കെ. ഇപ്പൊ LKG-യിലേക്ക്, നഴ്സറിയിലേക്ക് വരുന്ന ഒരു കുഞ്ഞിനെ ആദ്യമായിട്ട് നമ്മൾക്ക് കുറെ കാര്യങ്ങൾ ചിലപ്പോ അവർ അംഗൻവാടിയിൽ പഠിച്ചിട്ടുണ്ടാവും. അതിനുശേഷമായിരിക്കും നഴ്സറിയിൽ വന്ന് കുഞ്ഞ് ലെറ്റേഴ്സ് ഒക്കെ പഠിക്കാനായിട്ട് തുടങ്ങുന്നത്. അപ്പൊ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് റൈറ്റിംഗ് ആണ്. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു എന്താ പറയാ ലിസ്ണിങ്ങിലൂടെയും സ്പീക്കിങ്ങിലൂടെയും റീഡിങ്ങിലൂടെയും റൈറ്റിങ്ങിലൂടെയും ഈ 4 സ്കിൽസിലൂടെയാണ് കുഞ്ഞ് ഒരു ലാംഗ്വേജ് പഠിച്ചെടുക്കുന്നത്. ഏതൊരു ലാംഗ്വേജും ഇങ്ങനെ തന്നെയാണ് പഠിച്ചെടുക്കുന്നത് കേട്ടോ. ഓക്കെ. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? ഓക്കെ മാം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ 3 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ വൊക്കാബുലറി എന്ന് പറയുന്നത് 900 വേർഡ്സ് ആണ്. 3 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിന് 900 വേർഡ്സ് എങ്കിലും അറിയാനായിട്ട് സാധിക്കും. ആ കുഞ്ഞ് ഉപയോഗിക്കുന്ന വേർഡ്സ് എന്ന് പറയുന്നത് 900 ആണ്. എന്നാൽ ഒരു 6 ഇയേഴ്സ് ആവുമ്പോഴത്തേനും അതിനകത്ത് ഡെവലപ്മെന്റ് ഉണ്ടാവും അല്ലെ, മാറ്റം ഉണ്ടാവും. കാരണം കുട്ടി വളരുന്നതനുസരിച്ച് കുട്ടി ഉപയോഗിക്കുന്ന വാക്കുകളുടെ എണ്ണവും കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ 6 ഇയേഴ്സ് ആവുമ്പോഴത്തേക്കും അവരുടെ വൊക്കാബുലറി എന്ന് പറയുന്നത് 12,000 to 14,000 വരെയാകാം. 12,000 തുടങ്ങി 14,000 വരെ വേർഡ്സുകൾ അവര് ഉപയോഗിക്കാവുന്നത്. ഓക്കെ. ക്ലിയർ ആയെന്ന് കരുതുന്നു. ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ് ആരാണ് റീഡ് ചെയ്യാം? ഓക്കെ. അസ്തീന. Language development includes 4 skills: listening, speaking, reading, and writing. At this stage, the child should be introduced to games and activities that improve his listening and speaking skills at the same time. ഭാഷാ വികസനത്തിലെ പ്രധാന കഴിവ് എന്ന് പറയുന്നത് കേൾവിശക്തി, സംസാരശേഷി, വായന, എഴുത്ത്. ഈ ഘട്ടത്തിൽ കുട്ടിക്ക് കേൾവിശക്തിയും സംസാരശേഷിയും ഒരേ സമയം മെച്ചപ്പെടുത്താൻ കഴിയുന്ന സാധിക്കും മെച്ചപ്പെടുത്താനായിട്ട്. Activities such as listening to stories, routines, rhymes, listening to record music, meditation games such as Chinese whisper, Simon Says, drawing the child's concentration to various sounds in the environment are all essential to development the listening and speaking skills in children. കഥകൾ കേൾക്കല്, പാഠങ്ങള് ഉച്ചരിക്കല്, കവിതകള്, സംഗീതം കേൾക്കല്, ചൈനീസ് വിസ്പർ, സൈമൺ സേസ് പോലെയുള്ള ഗെയിമുകള്, ധ്യാനം, വിവിധ ശബ്ദങ്ങളിലേക്കുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കല്, ഇത് ശ്രവണശേഷിയും സംസാരശേഷിയും വളർത്താൻ സഹായിക്കുന്നു. The pre-reading skills include recognize the alphabets and their phonetic sounds and the capacity to move the eye from left to right in a straight line. അക്ഷരങ്ങള് പ്രീ റീഡിംഗ് സ്കിൽസ്, വായനയ്ക്ക് മുമ്പുള്ള കഴിവുകള്, അക്ഷരങ്ങൾ തിരിച്ചറിയാനും അവയുടെ ശബ്ദം മനസ്സിലാക്കാനും കണ്ണിന്റെ ചലനം ഇടത്തുനിന്ന് വലത്തേക്ക് നേരെ വഴിയിലൂടെ നടത്താനും ഉള്ള കഴിവ്.
A love for books and eye and hand coordination. These can be developed through many activities with specially devised materials and variety of art and craft activities mentioned in the unit of motor development. കുട്ടികൾക്ക് പുസ്തകങ്ങളോടും വായനയോടുമുള്ള സ്നേഹം, കണ്ണും കൈയും തമ്മിലുള്ള സഹകരണ ശേഷി എന്നിവയും വളർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇത് കലയുടെയും ആർട്ട് ക്രാഫ്റ്റ് വിവിധ പ്രവർത്തനങ്ങളിലൂടെയും വളർത്താം എന്നാണ് സൂചിപ്പിക്കുന്നത്. ശരി മാം, താങ്ക് യു. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അതിനകത്ത് ഇൻക്ലൂഡ്സ് 4 സ്കിൽസ്: ലിസ്ണിംഗ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. പിന്നെ അതുപോലെ തന്നെ ഈ ലാംഗ്വേജ് ഡെവലപ്മെന്റ്, അതായത് കുട്ടിയുടെ ഓരോ സ്റ്റേജിലും കുട്ടിക്ക് നമ്മൾ ചില ഗെയിംസ് അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാറുണ്ട്. ചില ഗെയിംസുകൾ, ആക്ടിവിറ്റീസ് ഒക്കെ കുട്ടിക്ക് കാണിച്ചു കൊടുക്കാറുണ്ട്. ഇതിലൂടെ കുട്ടിക്ക് എന്ത് ചെയ്യുന്നു? കുട്ടിയുടെ ഈ ഒരു ലിസ്ണിംഗ് ആൻഡ് സ്പീക്കിംഗ് സ്കില്ല് വർദ്ധിക്കുന്നു. ഓക്കെ, ചില ആക്ടിവിറ്റീസിലൂടെയും അതുപോലെ തന്നെ ചില ഗെയിംസിലൂടെയും കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ ലിസ്ണിംഗ് ആൻഡ് സ്പീക്കിംഗ് സ്കിൽ എന്ത് ചെയ്യുന്നു? വർദ്ധിക്കാനായിട്ട് ഇടവരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്ന ചില ആക്ടിവിറ്റീസ് ആണ് അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇംപ്രൂവ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കളികൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവനത് വിനോദത്തിനേക്കാൾ ഉപരി ചിലപ്പോൾ അവന്റെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ചില ആക്ടിവിറ്റീസ് ഉണ്ട്. ആക്ടിവിറ്റീസ് ഞാൻ പറയാം. ആക്ടിവിറ്റീസ് സച്ച് ആസ് ലിസ്ണിംഗ് ടു സ്റ്റോറീസ്. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ കുട്ടിയോട് കുട്ടി ഉറങ്ങാൻ വേണ്ടിയിട്ട് ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പർപ്പസ് എന്താണ്? കുട്ടി ഉറങ്ങണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നിങ്ങൾ ആ കഥ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ ആ കഥയിലൂടെ അവൻ പുതിയ പുതിയ വേർഡ്സുകൾ അവന് ഫെമിലറൈസ് ആവുന്നു, അതായത് കൂടുതൽ പരിചിതമാകുവാണ്. അവൻ ഇതുവരെ കേൾക്കാത്ത സ്റ്റോറിയാണ്. അമ്മ പുതിയ പുതിയ വാക്കുകളാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ ആ വാക്കുകൾ, ആ വേർഡ്സ് അവൻ ക്യാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ്? ലിസ്ണിംഗ് ടു സ്റ്റോറീസ്. സ്റ്റോറികൾ കേൾക്കുമ്പോൾ അത് ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ സഹായിക്കുന്നുണ്ട്. പിന്നെ റെസിറ്റിംഗ്, പദ്യപാരായണം എന്ന് പറയും അല്ലെ. അതായത് നമ്മൾക്കറിയാമല്ലേ, ഇപ്പൊ സ്കൂളുകളിലും മറ്റൊക്കെ കോമ്പറ്റീഷൻ നടത്താറില്ല ഇതിന്റെ. അത് തന്നെ. അപ്പൊ ആ ഒരു ഇതില് എന്താ പറയാ, ഓരോ കാര്യങ്ങൾ, അതായത് കുട്ടി നല്ല മീനിങ് ആയിട്ട് നല്ല നല്ല ഉച്ചാരണത്തോടു കൂടി നല്ല രീതിയിൽ പ്രൊനൗൺസ് ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു കാര്യം വായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ അതിനൊക്കെ ധാരാളം പ്രൈസുകളും കാര്യങ്ങളൊക്കെ സ്കൂളുകാർ കൊടുക്കാറുണ്ട് അല്ലെ. സ്കൂൾ മാനേജ്മെന്റ് ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ സെലക്ട് ചെയ്തിട്ട് പലവിധ കോമ്പറ്റീഷൻസിനായിട്ട് സ്റ്റേറ്റ് ലെവലിലൊക്കെ വിടാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത് മലയാളം ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റു പല സംസ്കൃതം, ഹിന്ദി, അങ്ങനെ പല ഭാഷകളിൽ ഇത് നടത്താറുണ്ട്. അപ്പൊ ആ ലാംഗ്വേജിൽ ആ കുട്ടിക്കുള്ള കഴിവാണ് ഇതിലൂടെ തെളിയിച്ച് കൊണ്ടുവരുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ ആണോ? പിന്നെ അതുപോലെ തന്നെ റൈംസ്. ഓക്കെ, റൈംസ് പഠിക്കുന്നതിലൂടെ അല്ലെങ്കിൽ റൈംസ് വായിക്കുന്നതിലൂടെയൊക്കെ എന്താണ്? ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇംപ്രൂവ് ആവാറുണ്ട്. പിന്നെ ലിസ്ണിംഗ് ടു റെക്കോർഡ് മ്യൂസിക്. ഓക്കെ, മ്യൂസിക് കേൾക്കുന്നതിലൂടെ അല്ലെ, സംഗീതം കേൾക്കുന്നതിലൂടെ നമുക്ക് സമാധാനവും കിട്ടും, സന്തോഷവും കിട്ടും. പിന്നെ എന്താണ്? പുതിയ പുതിയ വേർഡ്സുകൾ പഠിക്കാനും സാധിക്കും. പിന്നെ അതുപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ. ഓക്കെ, മെഡിറ്റേഷൻ ഒക്കെ ഇതിന്റെ ഒരു ഭാഗമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചില ഗെയിംസുകൾ ഉണ്ട്. ഇവിടെ 2 ഗെയിംസുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൈനീസ് വിസ്പറും മറ്റൊന്ന് സൈമൺ സേസും. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ചൈനീസ് വിസ്പറും സൈമൺ സേസും കേട്ടിട്ടില്ല? ഈ പ്രോഗ്രാമിലൊക്കെ ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. അതായത് ഈ ചൈനീസ് വിസ്പർ എന്ന് പറയുന്നത് ഇപ്പോ സ്കൂളിന് പുറത്തേക്ക് അല്ലെങ്കിൽ സ്കൂളിന്റെ ക്ലാസ് റൂമിനുള്ളില്, ഒരു സ്കൂളിന് പുറത്തേക്കാണ് കൂടുതൽ ഉണ്ടാവുന്നത്. കുറച്ച് കുട്ടികളെ ഒരു 10 കുട്ടികളെ സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്നെന്ന് വിചാരിക്കുക. ഇതൊരു ഗെയിമാണ്. 10 കുട്ടികളെ സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്നു. അതിനകത്ത് സൂപ്പർവിഷൻ കൊടുക്കാനായിട്ട് ഒരാളുണ്ടാവും. ടീച്ചറാണ് സൂപ്പർവിഷൻ കൊടുക്കുന്നത്. അപ്പൊ ടീച്ചർ ആദ്യത്തെ കുട്ടിയുടെ ചെവിട്ടില് വളരെ പതുക്കി അയാളുടെ ചെവിയില് ഒരു വാക്ക് പറയും. ഓക്കെ, വളരെ പതുക്കെ ആയിരിക്കും പറയാ, ഒരു വാക്ക് പറയും. ഈ ആദ്യത്തെ കുട്ടി എന്ത് ചെയ്യും? അത് രണ്ടാമത്തെ കുട്ടിയിലേക്ക് പാസ് ചെയ്യും. രണ്ടാമത്തെ കുട്ടി മൂന്നാമത്തെ കുട്ടിയിലേക്ക് പാസ് ചെയ്യും. അങ്ങനെ 4, 5, 6, 7, 8, 9, 10ാമത്തെ കുട്ടിയിലെത്തുന്നു. 10ാമത്തെ കുട്ടിയോട് ടീച്ചർ ചോദിക്കുന്നു, ഞാൻ എന്ത് വാക്കാണ് പറഞ്ഞത്, നിങ്ങൾ എന്താണ് കേട്ടതെന്ന് ചോദിക്കുന്നു. അപ്പൊ ആ കുട്ടി കറക്റ്റ് ആയിട്ടാണ് ഇത് പറയുന്നതെങ്കിൽ അവിടെ വിൻ ചെയ്യുകയും, മറിച്ച്
ആ വേർഡ് വേറെ വേർഡ് ആയിട്ടാണ് പറയുന്നതെങ്കിൽ അവിടെ ഫെയിൽ ആവുകയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ ടി വി പ്രോഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടോ? ചിലർ കാണിക്കാറുണ്ട്. ഓണപ്പരിപാടിക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്താണ് ഈ ഓണപരിപാടിക്കൊക്കെ ഇങ്ങനെ ഈ ഒരു ഇതൊക്കെ നടത്തുമ്പോഴേ ഒരു ക്ലബുകളൊക്കെ നടത്തുമ്പോ ഉണ്ടാവാറുണ്ട് അല്ലേ? മാം പേര് മനസ്സിലായില്ല, ഗെയിം പറഞ്ഞപ്പോ ഓക്കെയാണ്, കണ്ടിട്ടുണ്ട്. കോളേജ് ഇങ്ങനെ കളിച്ചിട്ടുണ്ട്, പക്ഷെ ലാസ്റ്റ് എത്തുമ്പോഴത്തേക്കും വേറെ എന്തെല്ലോ വേർഡായിട്ടാ വരുത്ത്. പക്ഷെ പേരിങ്ങനെ പറയാത്തായിരുന്നു. അതാണ് ടീച്ചർ പറഞ്ഞ വേർഡല്ലായിരിക്കും 10ാമത്തെ കുട്ടി പറയുന്നേ, അതിനകത്ത് വ്യത്യാസം വരും. അങ്ങനെയാണ് ആ ഗെയിമിന്റെ. ഇപ്പൊ നല്ല രസമാണ് അത് കളിക്കാനായിട്ടോ. അപ്പൊ അതാണ് ചൈനീസ് വിസ്പർ. സൈമൺ സേസ് എന്ന് പറയുന്നത് ഇപ്പൊ 4-5 കുട്ടികളെ ഇരുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ എത്ര ഇപ്പൊ 5 കുട്ടികൾ 4 കുട്ടികളൊക്കെ എടുക്കുക. അവരെടുത്തിട്ട് ഇതുപോലെ തന്നെ സൂപ്പർവിഷൻ കൊടുക്കാൻ ഒരാൾ ഉണ്ടാകും. എന്നിട്ട് സൂപ്പർവിഷൻ കൊടുക്കുന്ന ആള് പറയും സൈമൺ സേസ്, എന്തെങ്കിലും ഒരു വാക്ക് പറയും. ആ വാക്കിന്റെ കൂടെ ആയിട്ട് സൈമൺ സേസ് എന്ന് പ്രൊനൗൺസ് ചെയ്യണം. സൈമൺ സേസ് ടച്ച് യുവർ ഹെഡ്. ഓക്കെ, അപ്പൊ കൂടെ നിൽക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യണം? സൈമൺ സേസ് എന്ന് പറയുകയും വേണം, തലയിൽ തൊടുകയും വേണം. അതുപോലെ തന്നെ അപ്പൊ എല്ലാവരും 4-5 കുട്ടികളെയാണ് നിർത്തിയിരിക്കുന്നതെങ്കിൽ എല്ലാവരും ഇത് ചെയ്തെന്ന് വിചാരിക്കാം. രണ്ടാമത്തത് ടീച്ചർ പറയാണ് സൈമൺ സേസ് ടച്ച് യുവർ ലെഗ്. അപ്പോ ഈ കുട്ടികൾ എന്ത് ചെയ്യണം? സൈമൺ സേസ് എന്ന് പറയുകയും വേണം, കാലിൽ തൊടുകയും വേണം. ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് മിസ്സായി കഴിഞ്ഞാൽ ആ കുട്ടി അതിൽ നിന്ന് ഔട്ടാവും. ചിലവര് ടച്ച് യുവർ ഹെഡ് എന്ന് പറയുമ്പോൾ തലയിൽ മാത്രമേ തൊടുകയുള്ളൂ, സൈമൺ സേസ് എന്ന് പറയാനായിട്ട് മറന്നുപോകും ഇല്ലേ? ആവേശത്തിൽ നമ്മൾ ഒരു ആക്റ്റീവ് ഗെയിം കളിക്കുമ്പോൾ ചിലപ്പോ അങ്ങനെയല്ലേ, ചില കാര്യങ്ങൾ നമ്മൾ മറന്നു പോകും അല്ലെ? കസേര കളിക്കുമ്പോ എങ്ങനെയാ ഉണ്ടാവുക? അതേപോലെയൊക്കെ തന്നെ ചിലപ്പോ ആവേശത്തില് ഭയങ്കരമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കസേര കിട്ടാതാകും. അതുപോലെ തന്നെ, അതായത് ഈ 2 കാര്യങ്ങൾ ഒരുപോലെ ചെയ്താലാണ് അവിടെ വിൻ ആവുക ഒരാള്. ഓക്കെ, ദാറ്റ് ഈസ് സൈമൺ സേസ് കേട്ടോ. അപ്പൊ പല കാര്യങ്ങൾ പറയാം. സൈമൺ സേസ് ടച്ച് യുവർ ഹെഡ്, സൈമൺ സേസ് ടച്ച് യുവർ ലെഗ്, സൈമൺ സേസ് ടച്ച് യുവർ ഹാൻഡ്. അപ്പൊ ആക്ഷനും കാണിക്കണം, അതുപോലെ തന്നെ ഈ സൈമൺ സേസ് എന്ന് പറയുകയും വേണം. ഓക്കെ, അതാണ് ഈ 2 ഗെയിംസുകൾ കേട്ടോ. ഓക്കെ, അപ്പൊ ഈ 2 ഗെയിംസും കുട്ടികളുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നിർത്താം. ഇനി നമുക്ക് സമയമില്ല. ഒന്ന് സമ്മപ്പ് ചെയ്യണം. ഇന്ന് എടുത്ത ഇത്രയും കാര്യങ്ങൾ ഒരാളൊന്ന് സമ്മപ്പ് ചെയ്യണം കേട്ടോ. ആരാണ് സമ്മപ്പ് ചെയ്യാം? ഞാൻ പറയാമോ? ഇപ്പൊ പറയണോ? The topic covered by Ashwati ma'am today was the language development. Language is a unique ability in human that allows a communication using spoken words. It begins from infancy through stages like crying, cooing, sound from throat, babbling, repeating sound like ba, ba, ba. First meaningful words often ma, pa. Single word sentence, example ball, meaning different things. Telegraphic speech, example want ball. Full sentences, example I want a ball. By age 3, a child has about 900 words in vocabulary. By age 6, this increases to 12,000 to 14,000 words. Key language skills developed: listening, speaking, reading, writing. At this stage, children should engage in story listening, rhymes and reciting, music and meditation, games like Chinese whisper, Simon says, art and craft activities, eye hand coordination games. This helps improve concentration, phonetic awareness, and pre-reading skills like alphabets recognition and left to right eye movement. I love for books and consistent export to meaningful activities aids overall language and motor development. Thank you, ma'am. Okay, thank you so much. Then sign out ചെയ്യാം. Sign out ചെയ്യാം. ആരാണ് സൈൻ ഔട്ട് ചെയ്യുന്നത്? മാം ഞാൻ ചെയ്യാം. Good morning everyone.
today we discussed about the class language development by Ashwati ma'am. Thank you so much, ma'am, for this meaningful class. The participants are all interactive and interesting today. Thank you so much, all my batchmates, and thank you for the prayer and thought sign in. And thank you, ma'am. Have a Okay. nice day. ഓക്കെ ഓക്കെ താങ്ക് യു. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിലും ആക്ഷൻ സോങ്, സ്റ്റോറി, പിന്നെ അതുപോലെ തന്നെ ഇൻഫ്ലുവൻസിംഗ് ആയിട്ടുള്ള ഒരാളുടെ ലൈഫ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് വരിക കേട്ടോ. എല്ലാവരും തന്നെ എഴുതിക്കൊണ്ടുവരിക. എല്ലാ ക്ലാസ്സിലും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. Thank you, ma'am. താങ്ക് യു. Thank you, ma'am.